Hi, good morning. Let us study a new poem, Lines Written in Early Spring by William Wordsworth. Have you heard of Wordsworth? Of course. നിങ്ങളൊരു പക്ഷേ വേർഡ്സ്വർത്തിനെ പറ്റി കേട്ടിട്ടുണ്ടാവാം. He was the greatest of romantic poets. കാൽപ്പനികത എന്ന് മലയാളത്തിൽ പറയും. റൊമാൻറ്റിക് മൂവ്മെന്റ്, റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ റൊമാൻസ് അല്ല, നമ്മൾ മനസ്സിലാക്കുന്ന റൊമാൻസ് അല്ലെങ്കിൽ ലവ് മേക്കിംഗ് അല്ല. ഇറ്റ് വാസ് എ ലിറ്റററി മൂവ്മെന്റ്. അതൊരു സാഹിത്യ പ്രസ്ഥാനമായിരുന്നു. അതർവൈസ് ഓൾസോ ഓൾ ലിറ്ററേച്ചർ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ബിഗാൻ വിത്ത് ഗ്രീക്ക് റോമൻ ലിറ്ററേച്ചർ. കലയും സാഹിത്യവും ഒക്കെ ആരംഭിക്കുന്നത് ഗ്രീക്ക് റോമൻ ലിറ്ററേച്ചറിലൂടെയാണ്. ഇറ്റ് കണ്ടിന്യൂഡ് ഫോർ ലോങ് സെഞ്ചുറീസ്. നൂറ്റാണ്ടുകൾ തുടർന്ന ആ ഗ്രീക്ക് റോമൻ ലിറ്ററേച്ചറിനെ നമ്മൾ നിയോ ക്ലാസിക്കൽ എന്ന് പറയും. നിയോ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. ഇറ്റ് എംഫസൈസ്ഡ് ഓൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഏത് കാര്യത്തിനും അതിൻ്റെതായ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. അതനുസരിച്ച് വേണം സാഹിത്യം അല്ലെങ്കിൽ ലിറ്ററേച്ചർ, പോയമൊക്കെ എഴുതാനെന്ന് നിർബന്ധം പിടിച്ചിരുന്ന ഒരു സാഹിത്യ രൂപമായിരുന്നു നിയോ ക്ലാസിക്കൽ. അതിനുശേഷമാണ് റെനൈസൻസ്, നവോത്ഥാനം ഉണ്ടാവുന്നത്. റെനൈസൻസ് ഓൾസോ ഹാസ് ഇൻഫ്ലുവൻസ് ഇൻ ലിറ്ററേച്ചർ ടു. സാഹിത്യത്തിലും റെനൈസൻസിന്റെ സ്വാധീനം ഉണ്ടാവുന്നുണ്ട്. See, neoclassical and Renaissance literature both emphasized on rules and regulations. ഏത് കാര്യവും ചട്ടപ്പടി മാത്രം ചെയ്യുക. നമുക്ക് തന്നെ അറിയാം, അലങ്കാരം കേകയൊക്കെ പഠിക്കാറില്ലേ? രണ്ടിൻ എഴുത്തുകൾ 14 12 ഒരുപാട് നിയമങ്ങളുണ്ട് ഒരു കവിത എഴുതണമെങ്കിൽ. അങ്ങനെയുള്ള രീതികളൊക്കെ ആയിരുന്നു നിയോ ക്ലാസിക്കൽ ലിറ്ററേച്ചറും റെനൈസൻസ് ലിറ്ററേച്ചറും. അതിനോടുള്ള എതിർപ്പ് എന്ന വണ്ണം ആരംഭിച്ചതാണ് റൊമാൻറ്റിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അത്രയും കാലം പീപ്പിൾ റോട്ട്, ഓബ്ജക്റ്റീവ്ലി, വസ്തുനിഷ്ഠമെന്ന് പറയും. തൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി അപഗ്രഥനം ചെയ്യുക, എഴുതുക അക്കോർഡിംഗ് ടു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. Quite contrast with people who are writing subjectively, ആത്മനിഷ്ഠം, തൻ്റെ ഉള്ളിലുള്ളത് എന്താണോ തുറന്ന് എഴുതുക. വേഴ്സ്വർത്ത് തിയറി ഓഫ് ഹിസ് ഓൺ. പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ്. വികാരങ്ങളുടെ നൈസർഗികമായി കവിഞ്ഞൊഴുക്കാണ് കവിത. വേഴ്സ്വർത്ത് പറയുകയാണ്, അക്കോർഡിംഗ് ടു ഹിം പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് റിക്കലക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. ഏകാന്തമായ നിമിഷങ്ങളിൽ പുനർവിചിന്തനം ചെയ്യപ്പെടുന്ന വികാരങ്ങളുടെ നൈസർഗികമായ കവിഞ്ഞൊഴുക്കാണ് കവിത, അക്കോർഡിംഗ് ടു വേഴ്സ്വർത്ത്. ഹിസ് പ്രില്യൂഡ്, അദ്ദേഹത്തിന്റെ പ്രില്യൂഡ് എന്ന കവിത ഇൻ എ വേ ഇറ്റ് ഈസ് ഓട്ടോബയോഗ്രഫിക്കൽ. വേഴ്സ്വർത്ത് തന്റെ സഹോദരി ഡൊറോത്തി വേഴ്സ്വർത്ത്, ദേ വുഡ് വാക്ക് ഹാൻഡ് ഇൻ ഹാൻഡ് ബൈ റിവർ വൈ, WYE, റിവർ വൈയുടെ തീരത്തൂടെ കൈകോർത്ത് നടക്കുന്ന ആ വേഴ്സ്വർത്തും സഹോദരിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. അപ്പോഴെല്ലാം പ്രകൃതിയെ തന്നിലേക്ക് ആവാഹിക്കുകയാണ് വേഴ്സ്വർത്ത്. മടങ്ങിയിരുന്ന വേഴ്സ്വർത്ത് മുറിയിലേക്ക് പോയി താൻ ആവാഹിച്ചതെല്ലാം എഴുതും പേപ്പറിലേക്ക്, കവിതകളായി. നേച്ചർ പോയറ്റ്സ്, ദേ വേർ വർഷിപ്പേഴ്സ് ഓഫ് നേച്ചർ. പ്രകൃതിയെ ആരാധിച്ചിരുന്നു അവർ. എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് വളരെ കറക്റ്റീവായ ഒരു ഇൻഫ്ലുവൻസ് മനുഷ്യന് ചെലുത്താൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു റൊമാൻറ്റിക് മൂവ്മെന്റ്. ഹിസ് പോയം സ്റ്റോളൻ ബോട്ട് is the best example. സ്റ്റോളൻ ബോട്ട്, many examples are there. See, another poem is a daffodils. I wandered lonely as a cloud. You see that floats on high over vales and hills. When all at once I saw a crowd, a host of golden daffodils fluttering and dancing in the breeze. Somewhat same type of poem we had studied here. പ്രകൃതിയിലെ സുന്ദരമായ ദൃശ്യങ്ങളെ അതുപോലെ ആവിഷ്കരിച്ച് തൻ്റെ കവിതയിലേക്ക് ആവാഹിച്ച ഒരു നേച്ചർ പോയറ്റ് ആയിരുന്നു വില്യം വേഴ്സ്വർത്ത്. I gazed and gazed, but it thought, ഞാൻ നിർനിമേഷനായി നോക്കി നിന്നുപോയി, എന്നെ തന്നെ മറന്നു. What wealth the show to me had brought, I did not realize.
ആ ദൃശ്യം എനിക്ക് പ്രദാനം ചെയ്ത സമ്പത്ത് എത്ര വലുതാണെന്ന് ഗ്രഹിക്കാതെ എന്നെ തന്നെ മറന്ന് ഞാൻ നോക്കി നിന്നുപോയി. അദ്ദേഹം പറയുന്നു ഇൻ ദ പോയം ഡാഫോഡിൽസ് somewhat similar kind of poem. It is lines written in early spring. ബോറടിച്ചോ? ഇല്ല. Let us come to the poem as it is. Take your textbooks. I heard 1,000 blended notes. ഞാൻ കേട്ടു എന്ത്? 1,000 means thousands of ആയിരക്കണക്കിന് blended notes. See, blended means mixed. Mixed means harmoniously blended. സംഗീതം എന്ന് പറഞ്ഞാൽ എന്താ? സപ്തസ്വരങ്ങളുടെ താളാത്മകമായ സംയോജനം, ഹാർമണി. ഓക്കെ, ഹാർമോണി. ദാറ്റ്സ് വാട്ട് ബ്ലെൻഡഡ്. കൂട്ടിച്ചേർക്കുകയല്ല, ബ്ലെൻഡ് ചെയ്യുകയാണ്. ഹാർമോണിയസ്, ഐ മീൻ യുണൈറ്റഡ് ഹാർമോണിയസ്ലി. നോട്ട്സ് മീൻസ് മ്യൂസിക്കൽ നോട്ട്സ്. പ്രകൃതിയുടെ സംഗീതം ഞാൻ കേട്ടു. ആയിരക്കണക്കിന് അല്ലെങ്കിൽ 1000 സംഗീത സ്വരങ്ങളെ ഞാൻ ശ്രവിച്ചു. While in a grove I sate. Sate means old English. It is sat. Okay, now it is not there. Okay, it's not written now. Wordsworth was born in the year 1770, and he published a book by name Lyrical Ballads together with Samuel Taylor Coleridge. It marked the beginning of a new movement in English literature known as Romantic movement. I repeat once again, Wordsworth published a collection of poems by name Lyrical Ballads, which marked the beginning of a new movement in English literature known as Romantic movement. Now he says what? I heard. ഞാൻ കേട്ടു. എന്ത് കേട്ടു? 1,000 ഹാർമോണിയസ് അല്ലേ? ഹാർമോണിയസ് നോട്ട്സ്, സംഗീതാത്മകമായ സ്വരങ്ങൾ ഞാൻ കേട്ടു. While in a grove I sat, reclined. I sat, reclined. Recline means ചാഞ്ഞിരിക്കുക. ഒരു ഗ്രോവ് മീൻസ് തോപ്പ് അല്ലെങ്കിൽ തോട്ടം. മാന്തോട്ടമാവാം, എന്തെങ്കിലും ഒരു തോപ്പാവാം അല്ലേ, തെങ്ങിൻ തോപ്പാവാം. ഒരു തോട്ടത്തില് പ്രകൃതി രമണീയമായ ഒരു തെങ്ങിൻ തോപ്പ് ഉദാഹരണത്തിന് എടുക്കൂ. ഒരു തെങ്ങിൻ തോപ്പിൽ ഒരു മരത്തിലേക്ക് ചാഞ്ഞിരുന്ന് ഞാൻ കേട്ടു. എന്ത് കേട്ടു? 1000 സ്വരങ്ങൾ. നോട്ട്സ് ഓഫ് മ്യൂസിക്, മ്യൂസിക്കൽ നോട്ട്സ് ഫ്രം ദ നേച്ചർ. പ്രകൃതിയിലെ സംഗീത സാന്ദ്രമായ സ്വരങ്ങൾ ഞാൻ കേട്ടു 1000. എപ്പോൾ? when I sat in a grove reclined. ഒരു തോപ്പിൽ, ഒരു തോട്ടത്തിൽ ചാഞ്ഞിരുന്ന് ഞാൻ കേട്ടു. ഞാൻ എന്ത് കേട്ടു? 1000. 1,000 blended notes I heard. I heard. What did I hear? ഞാൻ എന്താണ് കേട്ടത്? You must be able to answer by yourself. I heard. What did I hear? I heard what? 1,000 notes. Yes, blended notes. While in a grove I sat, reclined. In that sweet mood. ആ സുന്ദരമായ മൂഡിൽ, ആ അവസ്ഥയിൽ, when pleasant thoughts bring sad thoughts to the mind. Yes, ആ സുന്ദരമായ, അതിസുന്ദരമായ ആ അവസ്ഥയിൽ pleasant thoughts bring sad thoughts to the mind. മലയാളത്തിലൊരു ശ്ലോകമുണ്ട്. ഭാവത്തിൻ പരമകോടിയിൽ സ്വയം അഭാവത്തിന് സ്വഭാവം ഉണ്ടായി വരാം. ഒന്ന് ശ്രദ്ധിച്ചേ വാട്ട് ഹി സെഡ്. എന്താണ് പറഞ്ഞത്? ഭാവത്തിൻ പരമകോടിയിൽ, ഏത് ഭാവത്തിൻ്റെയും മൂർത്തിമുദ്ഭാവത്ത് അങ്ങേയറ്റത്തെ അവസ്ഥയിൽ നേരെ വിപരീതം, അഭാവത്തിന് സ്വഭാവം ഉണ്ടായി വരാം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ആ പാരമ്പര്യത്തിൽ നമുക്ക് ദുഃഖം തോന്നും. നമുക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. ദുഃഖത്തിൻ്റെ പാരമ്പര്യ ചിലപ്പോൾ സന്തോഷത്തിൻ്റെ ചിന്തകൾ കടന്നു വന്നേക്കാം. പക്ഷെ പലപ്പോഴും ദുഃഖമാണ് കടന്നു വരിക. നമ്മൾ സന്തോഷിക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിൽ അതിങ്ങനെ തേട്ടി വന്നുകൊണ്ടേയിരിക്കും, കടന്നു വന്നുകൊണ്ടേയിരിക്കും, നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അഭാവത്തിന് സ്വഭാവം ഉണ്ടായി വരാം എന്ന് പറയുന്നത് പോലെ നോക്ക്. ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ്, ആ സന്തോഷത്തിൻ്റെ ആ സുന്ദര നിമിഷങ്ങളിൽ എൻ്റെ മനസ്സിലേക്ക് ചില ദുഃഖചിന്തകളും കടന്നു വന്നു. എപ്പോൾ? when I sat reclined in a grove. ഞാൻ ഇരിക്കുകയായിരുന്നു ഒരു മാന്തോട്ടത്തിൽ, പൂന്തോട്ടത്തിൽ, ഏതോ ഒരു തോട്ടത്തിൽ, മരത്തിലേക്ക് മരമായിരിക്കണം, ചാഞ്ഞിരുന്നു ഞാൻ. അപ്പോൾ 1000 മധുര സ്വരങ്ങൾ ഞാൻ ശ്രവിച്ചു. പ്രകൃതിയുടെ സുന്ദരമായ സ്വരങ്ങൾ ശ്രവിച്ച് ഒരു തോട്ടത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ, when I was sitting there I heard 1,000 blended notes. Then came to my heart
എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ആ സുന്ദരമായ നിമിഷത്തിൽ എന്ത് കടന്നു വന്നു? ദുഃഖത്തിൻ്റെ ചിന്തകളും എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. Is it clear to you? First answer, what is that? I heard, what I hear, 1,000 blended notes. While in a grove I sat reclined, while I sat in a grove, in that sweet mood, ആ സുന്ദരമായ നിമിഷത്തിൽ, when pleasant thoughts bring, yes, അത്തരം അവസരങ്ങളിൽ സുന്ദരമായ ചിന്തകൾ brings to the mind sad thoughts also. To hear fair works did nature ling. Did ling means linger. Okay, now did plus V1 is equal to V2. So nature has lingered what? The human soul. ഈ പ്രകൃതിയിലേക്ക് നോക്ക്. എല്ലാവരും കൂടി ഒന്നിച്ച് യോജിച്ച് ഒന്നുപോലെ ഏകോദര സോദരരായി ജീവിക്കുകയാണ്. പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എത്ര ഹാർമോണിയസ് ആയിട്ടാണ് അവർ ജീവിക്കുന്നത് എന്ന്. Nature, see, has arranged everything in a harmonious way. Look at nature and see how it is. Look at nature. ഈ പ്രകൃതിയിലേക്ക് നോക്ക്. See, മനുഷ്യന്റെ ആഗമനത്തിന് മുമ്പ് ഈ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളുമെല്ലാം വളരെ സമാധാനത്തിലാണ് കഴിഞ്ഞിരുന്നത്. പക്ഷെ മനുഷ്യൻ വന്നതിന് ശേഷം ഓരോന്നിനെ അവൻ കീഴടക്കുവാൻ തുടങ്ങി. He became, the leader, the king, the emperor, and he conquered everything. And he began destroying them, exploiting them. വൃക്ഷലതാദികളെ വെട്ടി നശിപ്പിക്കുന്നു, ഡിഫോറസ്റ്റേഷൻ. മൃഗങ്ങളെ അവൻ കൊന്നു തിന്നുന്നു, അല്ലെങ്കിൽ തൻ്റെ പരിധിക്ക് നിർത്തുന്നു, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നു, മരിക്കുന്നു. ആനയെയും മറ്റു മൃഗങ്ങളെയും ഒക്കെ അവൻ മരുക്കി സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുകയാണ്. അവനാണ് നേതാവ്. പക്ഷേ ഹീസ് എക്സ്പ്ലോയിറ്റിംഗ് all creatures, even his own fellow beings. തൻ്റെ സഹജീവികളെ പോലും അവൻ ഉപദ്രവിക്കുകയല്ലേ? ഏകോദര സഹോദരരായിട്ടാണോ മനുഷ്യൻ ജീവിക്കുന്നത്? അല്ല. ഒരു മനുഷ്യൻ എപ്പോഴും മറ്റു മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. മൈ നൈബർ ഈസ് മൈ ഹെൽ. എൻ്റെ അയൽവാസി എൻ്റെ നരകമാണ്, ഇല്ലേ? ബട്ട് മൈ നൈബർ ഷുഡ് ബി മൈ ഹെവൻ. എൻ്റെ സഹോദരൻ, എൻ്റെ അയൽവാസി എൻ്റെ ദൈവമാകേണ്ടതാണ്, പക്ഷേ എൻ്റെ സ്വർഗമാകേണ്ടതാണ്. പക്ഷേ സത്യത്തിൽ അവൻ എൻ്റെ നരകമാണ്, അല്ലേ? തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്ത ഒരുവൻ ദൈവത്തെ സ്നേഹിക്കാനാകുമോ? ഈശ്വരൻ നമ്മൾ സ്നേഹിക്കും, നമ്മൾ വിശ്വസിക്കും. We believe that God loves us. Is not so? But we have not seen. But we see our neighbor every day. If we cannot find God in your neighbor whom you can see, how can you find God whom you have never seen? ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാനാവും? എപ്പോഴും കാണുന്ന സഹോദരൻ സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ യെസ്. സോ മനുഷ്യൻ ഏകോദര സഹോദരനെ ജീവിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെയാണോ? അല്ല. അതാണ് പ്രശ്നം. യെസ്, ടു ഹെയർ ഫെയർ വർക്ക്സ്. ലുക്ക് അറ്റ് നേച്ചർ. See, nature did link. Nature linked or has linked the human soul. മനുഷ്യന്റെ ആത്മാവിനെ പ്രകൃതിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. പ്രകൃതി മനുഷ്യന്റെ ആത്മാവിനെ ആ പ്രകൃതിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. That through me ran. അത് എന്നിലൂടെ വെളിവാക്കപ്പെടുന്നു. അതാണ് എനിക്ക് തെളിയിക്കുവാനുള്ളത്. I prove it true that human soul is linked to nature in his fair plan. തൻ്റെ ആ ഫെയർ പ്ലാനിലൂടെ, പദ്ധതിയിലൂടെ, ആ സുന്ദരമായ പദ്ധതിയിലൂടെ പ്രകൃതി മനുഷ്യന്റെ ആത്മാവിനെയും പ്രകൃതിയോട് ബന്ധിപ്പിച്ചിരിക്കുന്നു. And much it grieved my heart to think. It grieved my heart. Grieve means feeling sorrow. I feel sorry. Feeling regret. That's what grieve. എനിക്ക് ദുഃഖം തോന്നുന്നു. എന്തിന്? My heart to think. ഈ ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുകയാണ്. എന്താണ് ചിന്ത? What man has made of man. മനുഷ്യൻ മനുഷ്യനോട് എന്ത് ചെയ്യുന്നു? നീതിയാണോ ചെയ്യുന്നത്? അല്ല, ഒരിക്കലുമല്ല. അവൻ സ്വേച്ഛാധിപതിയാണ്. അവന് തൻ്റെ ഇഷ്ടങ്ങൾ മാത്രം. അവൻ ഭാവിയെ പറ്റി ചിന്തിക്കുന്നില്ല, വരും തലമുറയെ പറ്റി ചിന്തിക്കുന്നില്ല, തൻ്റെ സഹോദരനെ പറ്റി ചിന്തിക്കുന്നില്ല. ഒരു നിമിഷം ഓർത്ത് നോക്ക്. ഹിരോഷിമയിൽ ബോംബ് വീണ ആ ഒരു നിമിഷം 90,000 people became ashes. അല്ലേ? ലക്ഷക്കണക്കിന് ആളുകൾ ആവിയായിപ്പോയി. എല്ല് പോലും അവശേഷിച്ചില്ല. ഹിരോഷിമ, നാഗസാക്കി, എത്ര എക്സാമ്പിൾസ്. ഇപ്പോഴും നടക്കുക യുദ്ധം. എവിടെ? പാലസ്തീനും ഇറാഖും. ചെറിയ ചെറിയ യുദ്ധങ്ങളാണ്. എങ്കിലും മനുഷ്യൻ കൊല്ലുകയാണ് മറ്റു മനുഷ്യനെ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. നീതിയില്ല.
സത്യമില്ല, നീതിയില്ല, ഒന്നുമില്ല. അവന്റെ സ്വാർത്ഥത മാത്രം. അവൻ സ്വാർത്ഥനാണ്. തൻ്റെ സഹജീവികളോട്, പക്ഷി മൃഗാദികളോടും വൃക്ഷലതാദികളോടുമല്ല. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയം വേദനിക്കുന്നു ഇത് ഓർക്കുമ്പോൾ. എന്തോർക്കുമ്പോൾ? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മനുഷ്യനോട് എന്ത് ചെയ്യുന്നു എന്ന് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കുകയാണ്. കാരണം മാൻ ഈസ് നോട്ട് ഡൂയിങ് ജസ്റ്റിസ് ടു ഹിസ് ഫെലോ ബീയിങ്. ഹി ഈസ് നോട്ട് ഡൂയിങ് ജസ്റ്റിസ് ടു ഹിസ് ഫെലോ ക്രീച്ചേഴ്സ്. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ്. സോ ഹി ഷുഡ് ലീവ് ഇൻ കോഓപ്പറേഷൻ, കോ എക്സിസ്റ്റൻസ്. അവൻ എല്ലാവരുമായി ചേർന്നാണ് ജീവിക്കേണ്ടത്. അല്ലെങ്കിൽ അവൻ എല്ലാവരെയും കൊല്ലുകയല്ല, നശിപ്പിക്കുകയല്ല, ദ്രോഹം ചെയ്യുകയല്ല. ഏവരും ഒന്നിച്ച് ഏകോദര സോദരരായി ജീവിക്കേണ്ട മനുഷ്യൻ. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയം വേദനിക്കുന്നു ഇത് ഓർക്കുമ്പോൾ. ഏതോർക്കുമ്പോൾ? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. നെക്സ്റ്റ് ആൻസർ, ത്രൂ primrose tufts. Yes, some examples he is telling. Just like I told you, daffodils. I saw a crowd, a host of golden daffodils. സ്വർണ്ണ പുഷ്പങ്ങൾ, ഡാഫോഡിൽ പുഷ്പങ്ങൾ, ഗോൾഡൻ കളേർഡ്, ഫ്ലട്ടറിങ് ആൻഡ് ഡാൻസിങ് ഇൻ ദ ബ്രീസ്. ഇളങ്കാറ്റേറ്റ് ചാഞ്ചാടുന്ന ഗോൾഡൻ ഡാഫോഡിൽസ്. ഐ സോ എ ക്രൗഡ്, ഒരു കൂട്ടം ഡാഫോഡിൽ പുഷ്പങ്ങളെ ഞാൻ കണ്ടു. 10,000 saw at a glance. ഒറ്റ നോട്ടത്തിൽ 10,000 എനിക്ക് കാണാമായിരുന്നു. Tossing their heads in a sprightly dance. ഇവർ നൃത്തത്തിൽ നർത്തകിമാരെന്നതുപോലെ തല വെട്ടിച്ചുകൊണ്ടിരുന്ന, തലയാട്ടിക്കൊണ്ടിരുന്ന 10,000 ഡാഫോഡിൽ പുഷ്പങ്ങളെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് കാണാമായിരുന്നു. He says in the poem Daffodils. Same here. Primrose tufts. Tufts means കൂട്ടം. Primroseന്റെ ഒരു കൂട്ടം. In that green bower. ബവർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വള്ളിക്കുള്ളി എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാവുകയില്ല. വാട്ട് ഈസ് ബവർ? See, another romantic poet, Keats, in his famous poem, Endymion, the first line, a thing of beauty is a joy forever. His loveliness increases. It will never go into nothingness, but will keep a bower quiet for us. Yes, a thing of beauty, anything that is of beauty is a joy forever. It will keep a bower, സുരക്ഷിതമായ സ്ഥാനം. HAVN, haven. HAVN, heaven. HAVN, not haven, but haven എന്ന് പറഞ്ഞാൽ ഒരു സുരക്ഷിത സ്ഥാനം. A place of safety. The thing of beauty will give you a place of safety. ഒരു സുരക്ഷിത സ്ഥാനം, ഒരു തണൽ മര, തണൽ എന്ന് വേണം പറയാം, അല്ലെങ്കിൽ ഒരു വള്ളിക്കുടിൽ. ഉദ്ദേശിക്കുന്ന ഇതാണ്, a place of safety. That is bower. Okay, ഒരു സുരക്ഷിത സ്ഥാനം. To keep a bower quiet for us. There you can sleep full of sweet dreams. അവിടെ മധുര സ്വപ്നങ്ങൾ കൊണ്ട് മയങ്ങുവാൻ കഴിയും നിങ്ങൾക്ക്. എവിടെ? Thing of beauty, anything that is of beauty is a joy forever, according to John Keats, another romantic poet. In the same way here, you see, a bower means a place of safety. There you can sleep full of sweet dreams. സുന്ദര സ്വപ്നങ്ങൾ കൊണ്ട് മയങ്ങുവാൻ കഴിയും നിങ്ങൾക്ക്. You see, and health and quiet breathing. In the same way here, primrose tuft. See, primrose ന്റെ കൂട്ടം. In that green bower. Yes, ആ പച്ചപ്പ് നിറഞ്ഞ വള്ളിക്കുടിൽ. വള്ളിക്കുടൽ എന്ന് പറയുന്ന ഒരു കുടിലല്ല ഉദ്ദേശിക്കുന്നത്, ആ സുരക്ഷിത സ്ഥാനം. സേഫ് പ്ലേസ്. The periwinkle, another type of flowers. Primrose, periwinkle, just like daffodils. Trailed is wreath. Wreath means a bouquet of flowers. Generally we know, wreath എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശവമഞ്ചത്തിൽ വെക്കുന്ന റീത്ത്. എന്താണ്? അതൊരു പൂക്കളുടെ കൂട്ടമല്ലേ, ഒരു പ്രത്യേകത കെട്ടി ഉണ്ടാക്കിയ പൂക്കളുടെ കൂട്ടം. That's all. Okay now. Yes, periwinkle, trailed is wreath. It makes wreath, means wreath of flowers. പെരിവിങ്കിളും പിന്നെന്താണ്, ആ പ്രിംറോസും എല്ലാം കൂടി ചേർന്ന് they make a bower. അവർ വഴക്കുണ്ടാക്കിയല്ല, ഒന്ന് ചേർന്ന്. മിക്സിംഗ് വിത്ത്, മിംഗ്ലിംഗ് വിത്ത്, ബ്ലെൻഡഡ് വിത്ത് other flowers, they make what? A bower, a green bower. A പച്ചപ്പിൻ്റെ ഒരു തളൽമര ശാഖ അല്ലെങ്കിൽ തളൽമരത്തിൻ്റെ വള്ളിൽ കൂടി
അല്ലെങ്കിൽ ഗ്രീൻ ബവർ, ആ പച്ചപ്പിൻ്റെ ഒരു വള്ളിക്കുടിൽ അവർ തീർക്കുകയാണ്. ഇലകളും പുഷ്പങ്ങളും പൂക്കളും എല്ലാമായി അവരൊരു പ്രത്യേക ഒരു പ്ലേസ് ഓഫ് സേഫ്റ്റി അവർ ഉണ്ടാക്കുകയാണ്. And it is my faith, എൻ്റെ വിശ്വാസം ഇതാണ്, ഞാൻ വിശ്വസിക്കുന്നു. എന്ത് വിശ്വസിക്കുന്നു? That every flower enjoys the air it breathes. ഇതാണ് എൻ്റെ വിശ്വാസം. ഞാൻ വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു. Every flower enjoys. പ്രകൃതിയിലേക്ക് നോക്ക്, ഓരോ പുഷ്പവും it enjoys the air it breathes. താൻ ശ്വസിക്കുന്ന ഉച്ഛ്വാസ നിശ്വാസങ്ങളൊക്കെ ഓരോ ഫ്ലവറും എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. It is my belief that every flower enjoys what? The air it breathes. താൻ ശ്വസിക്കുന്ന ആ ശ്വാസത്തെ താൻ ആസ്വദിച്ചാണ് ശ്വസിക്കുന്നത് എന്ന്. ആര്? ഓരോ പുഷ്പവും, ഓരോ ഇലയും, ഓരോ ചെടിയും, ഓരോ പൂവും, ഓരോ പുഷ്പവും, ഓരോ മുട്ടും, ഓരോ മുകുളവും എല്ലാം അവയെല്ലാം ശ്വസിക്കുന്നുണ്ട്. താൻ ശ്വസിക്കുന്ന ആ വായുവിനെ താൻ എൻജോയ് ചെയ്യുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഐ ബിലീവ് സ്ട്രോങ്ലി ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് വാട്ട്? ദ എയർ ഇറ്റ് ബ്രീസ്. വായുവിൻ്റെ വില നമുക്ക് മനസ്സിലാകണമെങ്കിൽ അത് ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ വരണം. കൊറോണ ബാധിച്ച് ചികിത്സയിലായ ഒരു വയോവൃദ്ധൻ, 85 വയസ്സായി, ഒരാഴ്ചയിലേറെ അവന് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകി. അതിനുശേഷം തൻ്റെ ബില്ല് കണ്ട് ഞെട്ടിപ്പോയി, ലക്ഷങ്ങൾ. അപ്പോൾ ഇതെന്താണ് സ്പെഷ്യൽ ബില്ല് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് തനിക്ക് ശ്വസിക്കാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകിയുള്ള പ്രത്യേക ഫീസാണെന്ന്. അവൻ ഞെട്ടിപ്പോയി, അവൻ കരഞ്ഞു. അദ്ദേഹം പറയുകയാണ്, ഇക്കാലം അത്രയും ഞാൻ ശ്വസിച്ചു, 24 മണിക്കൂറും 1 രൂപ പോലും നൽകിയില്ല. അപ്പോൾ ഒരാഴ്ച ശ്വസിച്ചതിന് ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരികയും. ദൈവം എത്ര മഹാൻ! നമുക്ക് എന്തെങ്കിലും ഇല്ലാതെ വരുമ്പോഴേ, നഷ്ടം വരുമ്പോഴേ അതിൻ്റെ ആ യഥാർത്ഥ വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതിനോട്സോ അതാണ് സത്യം എന്ന് പറയുന്ന പോലെ എവരി ഫ്ലവർ എൻജോയ്സ് വാട്ട്? ദ എയർ ഇറ്റ് ബ്രീത്hes. It is my faith, it is my belief. I believe very strongly that every flower enjoys the air it breathes. The birds around me hopped and played. എനിക്ക് ചുറ്റുമുള്ള പക്ഷികൾ ഹോപ്പ്ഡ് മീൻസ് ജംപ്ഡ് ആൻഡ് പ്ലേഡ്. അവർ തുള്ളിച്ചാടുകയായിരുന്നു, അവർ എൻജോയ് ചെയ്യുകയായിരുന്നു. They were enjoying their life. Look at nature. Every creature is enjoying his life. But man is not enjoying his life now. മനുഷ്യൻ തൻ്റെ ജീവിതം ആസ്വദിച്ചാണ് ജീവിക്കുന്നത്. അവൻ സഹിക്കുകയാണ്. അവൻ എന്തിനൊക്കെയോ വേണ്ടി പരക്കം പാരുകയാണ്. സ്വത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. അവന് ദൈവം നൽകിയ ആ ജീവിതം ജീവിക്കാൻ അവന് സമയമില്ല. He has no time. He is very busy. In the hurry of life, he does not live his life. Look at nature. ബൈബിളിൽ പറയുന്നില്ലേ, ആകാശത്തിലെ പറവകളെ നോക്കൂ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളെ ശേഖരിക്കുന്നുമില്ല. എന്ന് പറയുന്നത് പോലെ ഈ പുഷ്പങ്ങളെ നോക്കൂ, ചെടികളെ നോക്കൂ, പക്ഷികളെ നോക്കൂ, അവയൊക്കെ എത്ര ഹാപ്പിയാണ് എന്ന്. Look at the birds who jumped and played. അവർ തുള്ളിച്ചാടി സന്തോഷിച്ച് നടക്കുകയാണ്. അവർക്കൊരു ആവലാതിയുമില്ല, വേവലാതിയുമില്ല, ഉത്കണ്ഠയുമില്ല, ഭയവുമില്ല. Look at the birds. What do? They hopped and played. അവ തുള്ളിച്ചാടി കളിച്ച് തുള്ളിച്ചാടി നടക്കുകയാണ്. Their thoughts I cannot measure. എന്താണ് അവർ ചിന്തിക്കുന്നത്? I can't measure. How happy they are, I can't measure. അവരുടെ സന്തോഷം എനിക്ക് അളക്കാനാവില്ല. അളവറ്റ സന്തോഷത്തിലാണ് അവർ. I can't measure the thoughts of them. The birds who hopped and played. തുള്ളിച്ചാടി കളിച്ച് നടന്ന ആ പക്ഷികളെ എനിക്ക് മനസ്സിലാക്കാനാവുകയില്ല, അവരുടെ സന്തോഷത്തെ അളക്കുവാനും ആവുകയില്ല. But the least motion which they made. അവർ ഉണ്ടാക്കി ചെറിയൊരു ചലനം പോലും, ഒന്ന് ചാടുക, ഒന്ന് നടക്കുക, every movement that they made, every motion that they made, it seemed a thrill of pleasure. It appeared that they are enjoying a thrill of pleasure they were getting. They are really enjoying a thrill of pleasure in each and every movement. ഓരോ പ്രവൃത്തിയിലും അവർ ജീവിതം ആസ്വദിക്കുകയാണ് എന്ന് എനിക്ക് തോന്നി. I felt that they were enjoying their life to the extreme level. A thrill of pleasure they were enjoying in their life. See, ഈ കവിതയിലെ മറ്റ് grammar part I will explain in another video, figure of speech etc. Otherwise the video will be pretty too long. It's almost 25 minutes. Okay now? Okay, so let us complete the lesson. The budding pigs spread out their fan
ബഡ്സ്, മുകുളങ്ങളിലെ ചെറിയ ചെറിയ നാമ്പുകൾ, വിരിഞ്ഞു വരുന്ന ഇലകൾ, ട്വിഗ് മീൻസ് ചില്ലകൾ, മരച്ചില്ലകളിലെ കൊച്ചു ഇലകൾ, സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ, തങ്ങളുടെ ഇലകൾ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്, വിരിച്ച് വിടർത്തി പിടിച്ചിരിക്കുകയാണ്. എന്തിനാണ്? ടു ക്യാച്ച് ദ ബ്രീസി എയർ. യെസ്, മന്ദമാരുതനെ പിടിക്കുവാനെന്ന വണ്ണം ഇല വിടർത്തി നിൽക്കുന്ന ആ മരച്ചില്ലകൾ. എത്ര മനോഹരമാണ് ഈ കവിത. നോക്കൂ, ആ മരച്ചില്ലയിലെ ഇലകൾ തങ്ങളുടെ ആ കൈകൾ ഇങ്ങനെ ആ ഇലകൾ വിടർത്തി പിടിച്ചിരിക്കുകയാണ്. അവരെന്ത് ചെയ്യുകയാണ്? കാറ്റിനെ ആവാഹിക്കുകയാണ്, തങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കുകയാണ്, സ്വീകരിക്കുകയാണ്. They receiving the air, the breeze, മന്ദമാരുതൻ, breeze. Yes, spreading their wings, ചിറകുകൾ പോലെ തങ്ങളുടെ ഇലകളെ വിരിച്ചു പിടിച്ച് ആ കാറ്റിനെ സ്വീകരിക്കുകയാണ്, ആലിംഗനം ചെയ്യുകയാണ്. And I must think, do all I can. And I must think, and that is all I can do. What is that? That there was pleasure there. Yes, മരച്ചില്ലകൾ പോലും ഇലകൾ പോലും they were enjoying their life. ജീവിതം ആസ്വദിക്കുകയാണ്. മനുഷ്യനെ പോലെയല്ല, they are enjoying their life. Yes, if this belief from heaven be sent, ഈ ചിന്ത ഞാൻ ഈ പറഞ്ഞ ഷെയർ ചെയ്ത ഈ ചിന്ത, if it is from God, from heaven, if such be nature's holy plan, ഇതാണ് പ്രകൃതിയുടെ ആ വിശുദ്ധമായ പദ്ധതി എങ്കിൽ, have I no reason to lament? ഇത്രയും ഉദാത്തമാണ്, മഹനീയമാണ്, ദൈവികമാണ് ഈ പ്രകൃതിയുടെ പദ്ധതി എങ്കിൽ, have I no reason to lament? എനിക്ക് വിലപിക്കുവാൻ കാരണമില്ലേ? He is asking, the poet is asking us, നമ്മോട് ചോദിക്കുകയാണ്, എനിക്ക് വിലപിക്കുവാൻ കാരണമില്ലേ? എന്തിനെ പറ്റിയാണ്? What man has made of man, മനുഷ്യന്റെ ചെയ്തികളെ ഓർത്ത് ഞാൻ വിലപിക്കേണ്ടതല്ലേ? പ്രകൃതിയുടെ പദ്ധതി ഇത്രയേറെ സുന്ദരമാണെങ്കിൽ എല്ലാവരും ഏകോദര സഹോദരനായി ഹാർമോണിയസായി ജീവിക്കണമെന്നാണ് പ്രകൃതി ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഈ ചിന്ത ദൈവത്താൽ അയക്കപ്പെട്ടതാണെങ്കിൽ, ദൈവിക ചിന്തയാണെങ്കിൽ, അങ്ങനെ ജീവിക്കേണ്ട മനുഷ്യൻ, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യൻ മനുഷ്യനോട് എന്ത് ചെയ്യുന്നു? മനുഷ്യൻ മൃഗങ്ങളോട്, പക്ഷി മൃഗാദികളോട്, വൃക്ഷലതാദികളോട് എന്ത് ചെയ്യുന്നു? മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, മൃഗങ്ങളെ കൊല്ലുന്നു, അങ്ങനെ എന്തെല്ലാം അവൻ ചെയ്യുന്നു? ദ്രോഹമാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിലപിക്കേണ്ടതല്ലേ? ഐ ഹാവ് ടു ബി സോറി ഫോർ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഇഫ് ദിസ് ബി ഗോഡ്സ് പ്ലാൻ, ഇഫ് ദിസ് തോട്ട് ബി സെന്റ് ബൈ ഗോഡ്, ഇത് ദൈവത്താൽ അയക്കപ്പെട്ട ചിന്തയാണെങ്കിൽ, ദൈവികമാണ് ചിന്തയെങ്കിൽ, ഇതാണ് പ്രകൃതിയുടെ പദ്ധതിയെങ്കിൽ, അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മനുഷ്യനെ പറ്റി ഞാൻ വിലപിക്കേണ്ടതല്ലേ? ഐ ഷുഡ് റിയലി റിഗ്രറ്റ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. That's a summary of our poem, the figure of speech, etc. We will discuss in another video, otherwise it will be pretty too long. I hope the meaning is clear to you. Lines written in early spring, Vasandam, is not so? Yes, autumn, Vasandam, spring seasons are there. Okay, that all we will discuss in another grammar video. Thank you for watching. Meet you with another video. For more updates, subscribe the channel SGK Malayalam. Thank you.